ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയാഷ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതായത് ഇറാൻ്റെ പ്രസിഡൻ്റായ ഇബ്രാഹിം റൈസി മരണപ്പെട്ട സംഭവം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി രാവിലെ വീഡിയോ ചെയ്താണ്. അതായത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആ ഒരു ആക്സിഡൻറ്റ് നടന്നത് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ കവർ ചെയ്താണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ട്വിറ്ററോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതായത് ഈ ഒരു ചതി, അതായത് ഇതൊരു പ്ലാൻ ചെയ്യപ്പെട്ട മർഡറാണ്, അല്ലാണ്ട് ഇതൊരു ആക്സിഡൻ്റ് അല്ല. ഇത് അമേരിക്കേൻ്റെ സിഐയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മൊസാദും കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്ലാൻഡ് മർഡറാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ട്വിറ്റർ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. അതായത് അമേരിക്കയും അതുപോലെ തന്നെ മൊസാദും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയതാണോ, അങ്ങനെ നടത്തിയതാണെങ്കിൽ അവർ എന്തിനാണ് ഇങ്ങനെ ഒന്നും നടത്തുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവർ രണ്ടും മരണപ്പെട്ടത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നത് ഇപ്പോൾ ഇന്ത്യക്കാണ്. അത് എങ്ങനെയാണ്, അതിൽ നിന്ന് ഇന്ത്യ എങ്ങനെ രക്ഷപ്പെടും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ഷോർട്ടായിട്ടൊരു കാര്യം പറയാം. അതായത് ഇബ്രാഹിം റൈസി ആരാണ്, അതായത് ഇറാൻ്റെ പ്രസിഡന്റിനെ കുറിച്ച് ഒരു ഷോർട്ടായിട്ടൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇബ്രാഹിം റൈസി 2021 അവിടെ ഇലക്ഷൻ ജയിച്ച് വരുന്നത്. അപ്പോൾ അവിടെ ഇലക്ഷൻ ജയിച്ച് വന്നാലും അവിടെയുള്ള മാക്സിമം അതായത് ആർമി ആയിക്കോട്ടെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും അവിടുത്തെ സുപ്രീം ലീഡറായ ആയതുൽ കൊമേനി ആയിരിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ ഇങ്ങനെ ഒരു പ്രസിഡന്റും ഈ ഒരു ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൊസീജിയർ രീതിയിൽ മാത്രം വെക്കുന്നു എന്നുള്ളൂ. അതായത് മാക്സിമം തീരുമാനങ്ങളെല്ലാം തന്നെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് രീതിയിലായിരിക്കും അവിടെ ഉള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ ആരായിരുന്നു ഈ ഇബ്രാഹിം റൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇസ്ലാമിക് റൂൾസ്, അതായത് അവിടെ കൂടുതലായിട്ടും നമ്മുടെ ഇവിടുത്തെ പോലെ ഡെമോക്രസി രീതിയല്ല, അവിടെ ഇസ്ലാമിക് റൂൾസ് ആണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ഇസ്ലാമിക് റൂൾസിൻ്റെ ഫുള്ളായിട്ടും അറിയുന്ന ഒരു കസ്റ്റോഡിയൻ എന്ന് തന്നെ എല്ലാവരും പറയും. അപ്പോൾ ഹാർഡ് ലൈൻ പൊളിറ്റീഷ്യനായിരുന്നു. അതായത് ആരെയും ആ നിയമങ്ങളെല്ലാം തെറ്റിക്കുകയാണെങ്കിൽ അവരെ കൊന്നുകളയാനും മടിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഇബ്രാഹിം റൈസി എന്ന് പറയും. അപ്പോൾ അതിനുള്ള ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇദ്ദേഹം അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അവിടെ ഒരു വക്കീലായി അതുപോലെ തന്നെ അവിടെയുള്ള ചീഫ് ജസ്റ്റിസായി അങ്ങനെ ഉയർന്നു വന്ന് ഇന്നത്തെ പ്രസിഡൻ്റായി മാറിയ ഒരാളാണ് ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം അതായത് ഇറാനെ എതിരെ സംസാരിച്ച് ഏകദേശം 1000-ലും അധികം ലീഡേഴ്സിനെ ഇദ്ദേഹം കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ട്. അതുമാത്രമല്ല അതായത് 2020 തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് 19-20 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അതായത് ലേഡീസ് ആയിരുന്നു പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ബുർക്ക ശരിക്കും അണിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടീനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ബുർക്ക അണിയില്ല എന്ന് പറഞ്ഞ് തെരുവോരങ്ങളിൽ വന്ന് സമരം ചെയ്യുന്ന ആ സമയത്തെല്ലാം തന്നെ ലേഡീസ് നോക്കാതെ പോലും അദ്ദേഹം നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു എടുത്തത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ്റെ ഉള്ളിൽ തന്നെ ലേഡീസ് അതായത് സ്ത്രീകൾക്ക് ഇദ്ദേഹത്തിന് വലിയ സപ്പോർട്ടൊന്നുമില്ല. അതായത് സ്ത്രീകൾക്ക് ഇദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് സ്ത്രീകൾക്ക് ഒരു ഫ്രീഡം കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം മരണത്തിന് ശേഷം ഇറാനിൽ തന്നെ പല ജനങ്ങളും അതായത് പടക്കം പൊട്ടിച്ച് തന്നെ ആഘോഷിച്ചു എന്ന് പറയുന്ന അത് പല സ്ഥലത്തു നിന്നും വരുന്നതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇദ്ദേഹം അതായത് ഹിസ്ബുള്ള, ഹമാസ്, ഹൗദി എന്ന് പറയപ്പെടുന്ന ഇവരുടെ എല്ലാം തന്നെ ഒരു പ്രോക്സി വാറായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഇവരെല്ലാം തന്നെ എഫക്റ്റീവായി ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെയും അമേരിക്കനെയും മുട്ടുകുത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഈ ഇബ്രാഹിം റൈസിനെ വെച്ച് വളരെയധികം കഷ്ടമായിരുന്നു. അതായത് അവർക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയായിരുന്നു അമേരിക്കയ്ക്കെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ഈ ഇബ്രാഹിം റൈസി എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലെ ഇതിന് കുറേയധികം എതിർപ്പുണ്ട്. അതായത് അവിടെയുള്ള ജനങ്ങൾക്കൊന്നും തന്നെ ഇതിനെ അത്ര ഇഷ്ടമല്ല, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിലും പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ വരികയാണെങ്കിൽ അതായത് മറ്റു രാജ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു ഹാർഡ് ലൈനറായിരുന്നു. അതുപോലെ തന്നെ അവരുമായിട്ട് നല്ല റിലേഷൻ വെക്കാനും അതുപോലെ തന്നെ അവരുമായിട്ട് നല്ല ടൈസും അതുപോലെ തന്നെ ഈ എക്കണോമിക് സാങ്ഷൻസ് എല്ലാം തന്നെ അതിൻ്റെ വക്കിലൂടെ നടന്ന് അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ലോണം അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ രീതിയിലും അമേരിക്കയ്ക്ക് ഒരു വലിയ തലവേദനയായിരുന്നു ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത്. അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും വലിയൊരു തലവേദനയായിരുന്നു ഇബ്രാഹിം റൈസിയും അതുപോലെ തന്നെ ഇവരുടെ ഫോറിൻ മിനിസ്റ്ററും എല്ലാവരും തന്നെ. അങ്ങനെയുള്ള അദ്ദേഹമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്കെല്ലാം സംശയം വരും, അതായത് ഇതിൻ്റെ പിന്നിൽ മൊസാദോ അല്ലെങ്കിൽ അമേരിക്കയോ ആയിരിക്കും, അതായത് അമേരിക്കൻ്റെ സിഐയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദോ ആയിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇത് മൊസാദാണോ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇസ്രായേലിലെ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് മൊസാദ്. അതായത് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഏജൻസിയും കൂടിയാണ് ഈ മൊസാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഹൈലി ചാൻസസ് ഉണ്ട്. കാരണം ഇവർക്ക് എന്തുകൊണ്ടും ഇവർക്ക് ഒരു തലവേദനയുള്ള ആൾ തന്നെയായിരുന്നു ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു ശത്രുത, അതായത് ഇവരുടെ ഏറ്റവും വലിയൊരു ശത്രുതയുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. അതുപോലെ തന്നെ ശത്രുതയുള്ള രാജ്യത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ശത്രു എന്ന് വിചാരിച്ചപ്പെട്ട ഒരു ആളും കൂടിയാണ് ഇറാൻ പ്രസിഡൻ്റായ ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഹമാസ്
ഇവർക്കെതിരെ അതായത് ഇസ്രായേലിനെതിരെ ഇത്രമാത്രം ഒരു അറ്റാക്ക് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ആളും ഈ റൈസി എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊസാദ് ഇതിൽ ചാൻസസ് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇവർ ചെയ്തോന്ന് ചോദിച്ചാൽ 100% ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർ ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞ് തിരിച്ച് ഇറാനിലോട്ട് വരുമ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇറാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇസ്രായേലിന് ആ ഒരു ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻസ് ഒന്നും എടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഹെലികോപ്റ്റർ അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിലും ഇതിൽ വെപ്പണോ അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റോ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലും ഇതിൽ മൊസാദിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ പ്രസിഡന്റ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറം രാജ്യത്ത് ആർക്കും അറിയില്ല. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ വെക്കുള്ളൂ. അതായത് ഇറാനിലുള്ള ആൾക്കാർക്ക് മാത്രമോ അത് അറിയുള്ളൂ, അതും ഹയർ ഒഫീഷ്യൽസിന് മാത്രം. അപ്പോൾ അത് മൊസാദിന് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ മൊസാദ് അതിൽ ഒരു റിസ്ക് എടുക്കുമെന്ന് ചോദിച്ചാൽ അതും വളരെ കുറവാണ്. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് വെതർ വളരെ മോശമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഏകദേശം 10 മണിക്കൂറോളം ഡിലേ വന്നത്, അതായത് ബോഡിയെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു സമയത്ത് വെതറിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൊസാദിന് അത്രമാത്രം കഴിവ് ഇല്ല. അതായത് ഇസ്രായേലിന് ഈ പ്രസിഡന്റിനെതിരെയും അതുപോലെ തന്നെ ഇറാനെതിരെയും കുറേയധികം ശത്രുതയുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ പ്രസിഡന്റിനെയും ഫോറിൻ മിനിസ്റ്ററിനെയും എല്ലാം കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിലേഷൻ ഒന്നും മാറാൻ പോകുന്നില്ല. 1970 മുമ്പ് വരെ ഇറാനും ഇസ്രായേലും വളരെയധികം ഫ്രണ്ട്ഷിപ്പുള്ള രാജ്യമായിരുന്നു. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു പിന്നീട് ഇത്രമാത്രം ശത്രുക്കളായത്. പക്ഷേ ഇവരെ കൊന്നെന്ന് വെച്ച് ഇപ്പോൾ ആ ഒരു രീതിയിലോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അതില്ല. അപ്പോൾ മൊസാദിന് ഇത് കൃത്യമായിട്ട് അറിയാം. അതായത് ഇവരെ കൊന്നിട്ട് വലിയ കാര്യമില്ല എന്ന് മൊസാദ് അറിയാം. അതുകൊണ്ട് മൊസാദ് ഇത്രമാത്രം റിസ്ക് എടുക്കുമെന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി അമേരിക്കയുടെ CIA അതായത് അമേരിക്ക ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അമേരിക്കനെ സംബന്ധിച്ചോളം ഇസ്രായേലിൻ്റെ പോലെ തന്നെ ഏറ്റവും വലിയ എനിമി തന്നെയാണ് അവരുടെയും ഇറാൻ. അതായത് ഇറാനും അവരുമായിട്ട് എപ്പോഴും യുദ്ധങ്ങൾ അതായത് നേരിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. അതായത് പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ നേരിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അത്രമാത്രം ശത്രുതകളുള്ള രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഇറാൻ വളരാത്തതിൻ്റെ പ്രധാന കാരണവും ഇതേ അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്ക ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കേൻ്റെ റീസെൻ്റായിട്ട് ഒരു ഡേറ്റ പുറത്തു വന്നിരുന്നു. അതായത് ഹാർപ്പ് എന്ന് പറയുന്ന ടെക്നോളജി അമേരിക്ക ഡെവലപ്മെൻറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഈ ഹാർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതായത് ഹൈ ഫ്രീക്വൻസി ആക്റ്റീവ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ അതായത് ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള പല സ്ഥലത്തിൻ്റെയും വെതർ വേണമെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള വേവ് എല്ലാം തന്നെ ഇവർ ഒരുമിച്ച് കൊണ്ടുവന്ന് അവിടെ വേണമെങ്കിൽ മഴ പെയ്യിക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള വെതർ എല്ലാം കൂട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്, ഫോഗ് വരുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അമേരിക്ക ഡെവലപ്പ് ചെയ്ത് അത് ലോകത്തുള്ള പല രാജ്യങ്ങളിലും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടെല്ലാം തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ലീക്കായി ട്വിറ്റർ മൊത്തം വലിയൊരു ചർച്ചാ വിഷയമായി മാറിയതാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അവിടുത്തെ വെതർ അതായത് ഫോഗെല്ലാം വരുത്തി മനഃപൂർവ്വം വരുത്തിയതാണോ ഈ ആക്സിഡൻ്റ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കും അറിയാം അതായത് ഇത് വലിയൊരു കാര്യമൊന്നുമില്ല അതായത് ഇവരെ കൊന്നിട്ട്. പക്ഷേ അമേരിക്ക വേണമെങ്കിൽ ഒരു ചാൻസ് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നവംബറിൽ അവിടെ ഒരു പ്രസിഡന്റ് സെലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെയുള്ള ജനങ്ങൾ വോട്ട് കൂടും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നോക്കുമ്പോൾ അമേരിക്ക ഒരു ചാൻസ് എടുക്കാൻ 1% ചാൻസ് ഉണ്ട്. പക്ഷേ ഫണ്ടമെൻ്റലി ഒന്നും മാറാത്തത് കൊണ്ട് തന്നെ അമേരിക്കയും വലിയ ചാൻസ് എടുക്കാൻ ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ അതായത് ISIS അതായത് അമേരിക്ക ടെക്നോളജി എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടെററിസ്റ്റ് സംഘടന തന്നെയാണ് അതായത് ISIS എന്ന് പറയുന്നത്. അതായത് അമേരിക്ക ശത്രുക്കളായി പറയുന്നുണ്ടെങ്കിലും പക്ഷേ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം അതായത് ഇവർക്കും അവർക്കുമായിട്ട് ഒരു ചെറിയൊരു ലിങ്ക് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അവരെ വെച്ച് ചെയ്യിക്കാനുള്ള ചാൻസസും ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതും ഒരു കൺഫേം ആയ ന്യൂസ് അല്ല. ഇനി ആക്ച്വൽ അതായത് റീസെൻറ്റ് സയൻറ്റിഫിക് ആയിട്ട് ഇതിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. അതായത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവർ പോയിരുന്ന ആ ഒരു ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അമേരിക്ക തന്നെ നിർമ്മിച്ച ഒരു ഹെലികോപ്റ്ററാണ്. അതായത് പണ്ട് അമേരിക്കയും ഇവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അമേരിക്ക കൊടുത്തൊരു ഹെലികോപ്റ്റർ തന്നെയാണ് അതായത് US-ൻ്റെ ബെൽ 212 എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പ്രൊഡക്ഷൻ മൊത്തം ഈ ഒരു ഹെലികോപ്റ്റർ 1986 ഇതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും നിർത്തിയതാണ്. അതിനുശേഷം ഇതിൻ്റെ സ്പെയർ പാർട്സ് പോലും ഇപ്പോൾ അമേരിക്ക പോലും നിർമ്മിക്കുന്നില്ല. ഇപ്പോൾ വളരെയധികം ചുരുങ്ങിയ രാജ്യങ്ങൾ മാത്രമോ ഈ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുള്ളൂ. അതും കുറഞ്ഞ ദൂരം പോകാൻ മാത്രമോ ഈ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ഈ ഒരു ഹെലികോപ്റ്ററിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം മെയിൻ്റെനൻസ് ചെയ്യാനുള്ളത് അത്രമാത്രം ഉള്ള എഫക്റ്റീവായ സ്പെയർ പാർട്സ് ഒന്നും ഇവരുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഫോഗും ക്ലൈമറ്റും എല്ലാം ചേഞ്ച് വന്നപ്പോൾ അങ്ങനെ ഒരു ഡാമേജ് വന്നതായിരിക്കും എന്നാണ് പലരും പറയുന്നത്. ഇനി ലാസ്റ്റത്തെ ചോദ്യത്തിലോട്ട് വരാം. അതായത് ഇന്ത്യക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രശ്നമുണ്ടാവുന്നതെന്ന്. അപ്പോൾ ഇന്ത്യക്ക് അതായത് നമ്മൾ റീസെൻ്റായി പറഞ്ഞു അതായത് ചബഹർ പോർട്ടിൻ്റെ നമ്മുടെ ഒരു ഡീല് കിട്ടിയത്. ആ ഒരു ഡീല് നമുക്ക് കിട്ടാനുള്ളതിൻ്റെ പ്രധാന കാരണം തന്നെ ഇവർ രണ്ടുപേരുമാണ്, ഫോറിൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റായ ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന
അവർ രണ്ടും. അപ്പോൾ ഇവർ രണ്ടും പോകുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ ഒരു ഡീൽ കിട്ടി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിലുള്ള പ്രോഗ്രാംസും എല്ലാം നടത്താൻ വേണ്ടി നമുക്കൊരു ഡിലേ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് പുതിയ പ്രസിഡന്റും ഫോറിൻ മിനിസ്റ്ററും എല്ലാം വന്ന് അവരും ഇന്ത്യയുമായിട്ട് ഒരു കോറിലേഷൻ വന്നതിന് ശേഷമോ അവിടെ നമുക്ക് എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതായത് പുതിയ ആൾക്കാർ വന്നാലും അവരുടെ പോളിസി എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. അതായത് ഇവരെടുത്ത അതേ പോളിസി തന്നെ ആയിരിക്കും അവരും ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നാലും അതായത് ഇപ്പോൾ ആ ഒരു റിലേഷൻ അങ്ങനെ തന്നെ നിൽക്കാനുള്ള സ്റ്റേബിളായിട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഇവർക്കും ഇന്ത്യയുമായിട്ട് അത്ര നല്ലൊരു സ്ട്രോങ് റിലേഷൻ ആയിരുന്നു. അപ്പോൾ പുതിയ വരുന്ന അവരും അത് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു വലിയൊരു സംശയമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇന്ത്യക്ക് പ്രശ്നമായി തീരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ ഡൗട്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.